ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. സീറ്റഡ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓൾറെഡി നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് സിറ്റിയിലായിരിക്കും എക്സാം സെൻറ്റർ എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ അറിയാം. ഇപ്പോൾ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഹാൾ ടിക്കറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ സൈറ്റിൽ കയറുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്ത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പരീക്ഷ രാവിലെ ആണോ ഉച്ചയ്ക്കാണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഇത്തവണത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ BEd കഴിഞ്ഞവർക്ക് പേപ്പർ 1 അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പേപ്പർ 2 മാത്രമാണ് അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വരാൻ പാടില്ല. കൃത്യമായിട്ട് നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന പേപ്പർ ഏതാണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയം. പിന്നെ പ്രത്യേക ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു പേപ്പർ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം അതോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പേപ്പർ 2ലാണെങ്കിലും അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ടല്ലേ, സയൻസ് ആൻഡ് മാത്സ് ഓർ സോഷ്യൽ എന്നുള്ള ചോയ്സ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ വന്നേക്കുന്നത്? ഇൻ കേസ് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതോറിറ്റിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ട് ടൈം മനസ്സിലാക്കാം. അപ്പോൾ രാവിലെയൊക്കെയുള്ള പരീക്ഷയ്ക്ക് റിപ്പോർട്ടിംഗ് ടൈം ഒരുപാട് ഏർലി ആയിട്ടൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ നമുക്ക് ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ബോൾ പോയിൻറ്റ് പെന്നും പിന്നെ അതോടൊപ്പം ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫും നമുക്ക് കൊണ്ടുപോകണം ഹാൾ ടിക്കറ്റിനോടൊപ്പം. ആ കാര്യം കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ സമയത്ത് തന്നെ എത്തുക. സെൻട്രൽ ലെവൽ എക്സാമിനേഷനാണ്. നമ്മൾ ലേറ്റായി ചെന്നിട്ട് അവർ അഡ്മിറ്റ് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആകുക. പരീക്ഷ മറ്റന്നാളാണെങ്കിൽ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനിയുള്ള സമയം ടെൻഷനൊന്നും അടിക്കേണ്ട, സമാധാനമായിട്ട് റിവൈസ് ചെയ്യും. നിങ്ങൾ ഏത് പേപ്പറിനാണോ, ഇപ്പോൾ പേപ്പർ 1 മാത്രം എഴുതുന്നവർ കാണും, ആ 2 പേപ്പറും പേപ്പർ 1ഉം പേപ്പർ 2ഉം എഴുതുന്നവർ കാണും. നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈക്കോളജി ആൻഡ് പെഡഗോജി പാർട്ടും അതോടൊപ്പം തന്നെ ലാംഗ്വേജസും കോമൺ ആണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ നിങ്ങൾ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. സിലബസുകൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കി എല്ലാ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ടെൻഷനൊന്നും അടിക്കാതെ ഈ ഒരു എക്സാമിനെ സമീപിക്കുക. നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇത്തവണ തന്നെ സീറ്റിട്ട് പാസ്സാവാനായിട്ട് പറ്റട്ടെ. നമ്മുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അടുത്ത തവണത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പോട് കൂടി കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം. താങ്ക്